ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ വാട്സപ്പിൽ ഡെയിലി ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട് അല്ലേ? ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു ദിവസം രാവിലെ നിങ്ങൾ ഫോൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വാട്സപ്പ് ഹാക്കായി പോയിട്ടുണ്ട്, അതിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ പോവാണ്. നിങ്ങളുടെ വാട്സപ്പിലുള്ള ഫോട്ടോസ് വീഡിയോസ് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരു കാര്യം ആലോചിച്ചപ്പോൾ നമുക്ക് ചിന്തിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് തന്നെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, കുറേ സെറ്റിംഗ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ പലരും ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അപ്പം ഞാനിവിടെ പറയുന്നത് ഏതെല്ലാം സെറ്റിംഗ്സുകളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെടുന്നത് നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു അടിപൊളി ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ മൊബൈൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നമുക്ക് വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പിൽ നമുക്ക് നിരവധി പ്രൊഫൈലുകൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് പെട്ടെന്നൊരു ദിവസം ഇതെല്ലാം ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാറ്റുകൾ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടും അല്ലേ? മറ്റുള്ളവർക്ക് അത് കിട്ടുന്നതായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് അക്കൗണ്ട്സ്, പ്രൈവസി, ഇങ്ങനത്തെ കുറേ ഓപ്ഷനുകളുണ്ട്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഫോണിൽ ഇപ്പോൾ തന്നെ നോക്കി നോക്കുക, അക്കൗണ്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഫസ്റ്റ് ഓപ്ഷൻ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ആണ്. അത് എന്തെങ്കിലും സെക്യൂരിറ്റി പരമായിട്ടുള്ള എന്തെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നമ്മളിവിടെ നമുക്ക് ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഓൺ ദിസ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫോണിൽ ഞാൻ ഈ പറയുന്ന സമയത്തിന് നോക്കി വെക്കുക നിങ്ങളത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സെക്യൂരിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അയക്കുന്നതായിരിക്കും. രണ്ടാമതായിട്ടാണ് പാസ് കീയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ വാട്സപ്പിൽ നമ്മൾ എക്സിറ്റ് ആയി, നമ്മൾ വാട്സപ്പിൽ നിന്ന് പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ വാട്സപ്പ് നമ്മൾ റീഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയൊരു മൊബൈലിൽ നമ്മൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പാസ് കീ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയൊരു ഡിവൈസിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. പലരും പറയാറുണ്ട് പുതിയ ഡിവൈസിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പം അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അപ്പം നമ്മൾ എപ്പോഴാണ് ഫോൺ മാറ്റുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പം നമ്മൾ ആ പാസ് കീ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് ഇമെയിൽ അഡ്രസ്സാണ്. ഇമെയിൽ അഡ്രസ്സ് നിർബന്ധമായും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കുക. നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് വേണം നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് OTP കാര്യങ്ങളൊക്കെ നമുക്ക് അയക്കാൻ പറ്റുന്നില്ലെങ്കിൽ, വാട്സപ്പിലേക്ക് അവർക്ക് അയക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ, ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ നേരെ നമുക്ക് ഇമെയിലിലേക്ക് അയക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആണ്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമുക്ക് എക്സ്ട്രാ സെക്യൂരിറ്റിയാണ്. അപ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനിൽ നമുക്കൊരു പിൻ കോഡ് വെച്ചിട്ടാണ് നമ്മളത് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അതും സെറ്റ് ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ അക്കൗണ്ടിൻ്റെ താഴെയുള്ള പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ പ്രൈവസി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് നമുക്ക് എവിടെയും സെക്യൂരിറ്റി പരമായിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ബ്ലോക്ക്ഡ് കോൺടാക്ട്സ് ആണ്. നമുക്ക് ചില നമ്പറുകളിൽ നിന്ന് അനാവശ്യമായിട്ട് വരുന്ന കോളുകൾ, അല്ലെങ്കിൽ അവർ അയക്കുന്ന അനാവശ്യ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ബ്ലോക്ക് കോൺടാക്ട്സിൽ നോ ബ്ലോക്സ്, ആരും നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നുള്ള ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു നമ്പർ ബ്ലോക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു നമ്പർ ബ്ലോക്ക് ചെയ്യണം എന്നുള്ളത്. ഇല്ലെങ്കിൽ ഇതേപോലെ അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ നമ്പർ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും. ആ ബ്ലോക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നീട് അവരുടെ അടുത്തുള്ള അനാവശ്യ മെസ്സേജുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരില്ല. നമുക്ക് അൺബ്ലോക്ക് ചെയ്യണമെങ്കിലും ഇതേപോലെ തന്നെ നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് നമുക്ക് അൺബ്ലോക്ക് ചെയ്യാനും സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് പ്രൈവസി തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബ്ലോക്ക് നമ്പേഴ്സ് കോൺടാക്ട്സിൽ കാണിക്കുന്നുണ്ട്, 1 എന്ന് കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ലോങ് പ്രസ് ചെയ്തിട്ട് അൺബ്ലോക്ക് ചെയ്യാനും നമുക്ക് സാധിക്കും, അഥവാ നമുക്ക് അൺബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു സെക്യൂരിറ്റിയാണ് കോൾസ്, സൈലൻസ് അൺനോൺ കോളേഴ്സ്. ഈ നമുക്ക് അനാവശ്യമായിട്ടുള്ള കോളുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് സൈലൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അതും നമ്മളൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. സൈലൻസ് കോളേഴ്സ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് വരുന്ന കോളുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ 2 സെറ്റിങ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ചാറ്റ് ലോക്കും അതുപോലെ തന്നെ ആപ്പ് ലോക്കും.
ഈ ആപ്പ് ലോക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണൊന്നും എവിടെയെങ്കിലും വെച്ചിട്ടൊന്നും നമ്മൾ തിരിയുമ്പോഴേക്കും മറ്റാരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മുടെ ഫോൺ എടുത്ത് നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അൺലോക്കിൽ നമുക്ക് ഈ ആപ്പ് ലോക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി ലോക്ക് ഇമീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ ലോക്ക് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ 1 മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ 30 മിനിറ്റിന് ശേഷം. ഇവിടെ ഞാനിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇമീഡിയറ്റ്ലിയാണ്. അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് ഇവിടെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നേരെ ലോക്കിലേക്ക് പോകുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ചാറ്റ് ലോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ലിസ്റ്റിൽ ആരുടെയെങ്കിലും 1-2 ആളുകളുടെ നമ്പർ മാത്രമായിട്ട് നമുക്ക് ചാറ്റ് ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മുടെ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ചാറ്റിലുള്ള, അതായത് ആ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ സാധിക്കില്ല, അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിന് നമ്മൾ ആ ഒരു പ്രൊഫൈൽ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ചാറ്റ് ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ വെച്ചിട്ട് നമുക്ക് അത് ചാറ്റ് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സോ ആരും നമ്മുടെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്താൽ അവർക്ക് ചാറ്റിൽ എന്താണ് വന്നതെന്നുള്ള അവർക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ അടുത്തൊരു സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് പ്രൈവസിയിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്, പ്രൈവസിയിൽ തന്നെയാണ് അത് വരുന്നത്. കൃത്യമായിട്ട് നമ്മൾ നോക്കിയാൽ പ്രൈവസി എന്നോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ IP അഡ്രസ്സ് വരുന്നുണ്ട് അല്ലേ. ഇവിടെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഈ അഡ്വാൻസ്ഡിൽ നമുക്ക് 2 ഓപ്ഷൻസ് വരുന്നുണ്ട്, പ്രൊട്ടക്ട് IP അഡ്രസ് ഇൻ കോൾസ്, അതുപോലെ തന്നെ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇപ്പോൾ ഈ IP അഡ്രസ് ഇൻ കോൾസ് നമുക്ക് വരുന്ന കോളുകൾ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ഫോണ് ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. അത് എനേബിൾ ചെയ്ത് വെക്കുക. രണ്ടാമതായിട്ട് ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതായത് നമ്മുടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചോർത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസും കൂടി നമ്മൾ എനേബിൾ ചെയ്ത് വെക്കുക. പക്ഷേ ഇതിലൊരു പ്രശ്നം ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിന് ഇതേപോലെയൊക്കെ നമ്മൾ എന്തെങ്കിലും വീഡിയോൻ്റെയൊക്കെ ലിങ്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് അതിൽ തംബ്നെയിൽ അതിലേക്ക് ആഡ് ആവില്ല എന്നുള്ളത്, വെറും ലിങ്ക് മാത്രമേ നമുക്ക് അയക്കാൻ സാധിക്കുള്ളൂ. അങ്ങനത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സെറ്റിങ്സ് ഒന്ന് നോക്കിയതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ എന്നുള്ളത് ചെയ്തു വെക്കുക. വാട്സപ്പ് ഹാക്ക് ചെയ്യാതിരിക്കാൻ ഇത് സഹായിക്കും.